എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വേൾഡ് ഹൗസ് എന്ന വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് എല്ലാവരും നോക്കുന്നതാണ് നമ്മുടെ ബഡ്ജറ്റ് ഹോം. അങ്ങനെയുള്ള ഒരു ബഡ്ജറ്റ് ഹോം കൊണ്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു വീടാണ്. ഈ വീട് നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് മലയൻകീഴ് ചീനി വിളയാണ് നമുക്ക് വീട് വരുന്നത്. ഈ വീടിരിക്കുന്ന 20 വീടുകൾ ചേർന്ന വലിയൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്താണ് വീട് വരുന്നത്. ഇവിടെയുള്ള 80%, 90% വീട് നമുക്ക് സോൾഡ് ആയിട്ടുണ്ട്. മിക്ക വീട്ടിൽ നമുക്ക് ആൾ താമസവും വരുന്നുണ്ട്. വീട്ടിലോട്ട് വരുന്ന റോഡ് വന്നിട്ട് നമുക്ക് 5 മീറ്ററാണ് നമ്മുടെ റോഡിൻ്റെ വീതി വന്നിട്ട്. ഫുൾ നമുക്ക് ടാറിടാണ്. 2 കാർ വരെ സുഖമായിട്ട് പോകുന്ന റോഡിൻ്റെ വീതിയാണ് ഇവിടെ വരുന്നത്. ഈ വീടിരിക്കുന്ന 4 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റിൽ 3 വലിയ ബെഡ്റൂമോട് കൂടിയ 3 നമുക്ക് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടിയ വീടാണ്. വീട്ടിൻ്റെ മുറ്റത്ത് നമുക്ക് 2 വലിയ കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയാണ് വരുന്നത്. വീട് നമുക്ക് വാസ്തു ബേസ്ഡായിട്ടാണ് വീട് ചുറ്റുള്ള കിഴക്ക് ദർശനമാണ് വരുന്നത്. വീട്ടിൻ്റെ മുറ്റത്ത് നമുക്കൊരു സ്ലൈഡിങ് ഗേറ്റും വരുന്നുണ്ട്, നമ്മുടെ നോർമൽ ഗേറ്റും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല പ്രീമിയം ലുക്കിലാണ് നമ്മുടെ വീടിൻ്റെ ഡിസൈനും കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ ഫ്രണ്ടിലെ വുഡൊക്കെ വന്നിട്ട് നമുക്ക് പ്ലാവാണ്. നല്ല സ്റ്റാൻഡേർഡായിട്ടാണ് നമ്മുടെ വർക്കും പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ഡീറ്റെയിലാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. വീട്ടിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഇൻ്റർലോക്കാണ് വരുന്നത്. ഇതിൽ നമ്മുടെ ആർട്ടിക്കൽ ഗ്രാഫ്സ് നമുക്കിവിടെ കുറച്ച് വർക്ക് നമുക്ക് പെൻഡിങ് കിടപ്പുണ്ട്. ഹൗസ് സൈഡ് സെക്കൻഡ് കോട്ട് പെയിൻറ്റിങ്ങും അകത്ത് ടച്ചപ്പും കാര്യങ്ങളും അങ്ങനെ കുറച്ച് പെൻഡിങ് വർക്ക് കിടപ്പുണ്ട്. അതെല്ലാം ഫൈനൽ ചെയ്താണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഈ ഇൻ്റർലോക്കിൽ നമുക്കിനി ആർട്ടിക്കൽ ഗ്രാഫ്സ് ചെയ്യാനുണ്ട്. വീട് ചെയ്തിരിക്കുന്ന പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽസിട്ടാണ് നമ്മുടെ വീടിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് കിണർ വരുന്നില്ല, ലൈൻ കണക്ഷനാണ് വരുന്നത്. എപ്പോഴും വെള്ളമുള്ള ഏരിയയാണ്. നമുക്ക് ടാങ്കും വലിയൊരു ടാങ്ക് നമുക്ക് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. വീട്ടിൽ നമുക്ക് CCTVയുടെ പോയിൻ്റ് വരുന്നുണ്ട്. 2 നിലയ്ക്കുള്ള പേസ്മെൻറ്റ് നമുക്ക് ഒരു ഫ്ലോറും കൂടെ മുകളിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ 2 നിലയ്ക്കുള്ള പേസ്മെൻറ്റാണ് വരുന്നത്. അത്യാവശ്യം വലിയ 2 കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയ വരുന്നുണ്ട്. വീടിൻ്റെ 3 ചുറ്റും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. സൈഡിൽ കൂടിയാണ് നമുക്ക് ടെറസിലോട്ട് വന്ന സ്റ്റെയർ വന്നിട്ട് വീട്ടിൻ്റെ മുറ്റത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗാർഡൻ വർക്ക് ചെയ്യാനുള്ള സ്പേസും വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ സിറ്റ് ഔട്ട്. അത്യാവശ്യം വലിയൊരു സിറ്റ് ഔട്ടാണ് വരുന്നത്. സിറ്റ് ഔട്ടിൽ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ വുഡെല്ലാം വന്നിട്ട് നമുക്ക് പ്ലാവാണ്, ക്ലിയർ പോളിഷാണ് വരുന്നത്. ടെയിൽ വന്നിട്ട് 4x2 വെട്രിഫൈഡ് ടെയിലാണ് വരുന്നത്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്കും ചെയ്തിട്ടുണ്ട്. ഡോർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഹാള്. അതിവിശാലമായിട്ടുള്ള ഹാളാണ് വരുന്നത്. വലിയൊരു TV യൂണിറ്റോട് കൂടിയ ഹാളാണ് വരുന്നത്. നമുക്കിവിടെ സീലിംഗ് വർക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മുടെ പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. വർക്കെല്ലാം നല്ല അകത്തെ ഇൻറ്റീരിയർ വർക്കൊക്കെ നമ്മൾ നല്ല സ്റ്റാൻഡേർഡായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു പ്രീമിയം ടച്ചിലാണ് ചെയ്തിട്ടുള്ളത്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 38 ലക്ഷം രൂപയുടെ അകത്താണ്. ഈ വില്ലയ്ക്കകത്ത് ഈ ഒരു വീടല്ലാതെ നമുക്ക് വേറെ 2 വീടും കൂടെ നമുക്ക് വേറെ കൊടുക്കാനുണ്ട്. ഈ വീട് കാണാൻ വരുന്നവർക്ക് നമുക്ക് ആ വീടും കൂടെ കാണാൻ പറ്റും. ഈ കാണുന്നതാണ് നമ്മുടെ TV യൂണിറ്റ് ഏരിയ. എത്ര ഇഞ്ച് TV യാണ് ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു TV യൂണിറ്റ് ഏരിയ വരുന്നുണ്ട്. നമുക്കിവിടെ നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. TV യൂണിറ്റിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പോയിൻ്റ് വരുന്നുണ്ട്. അകത്തെ ടെയിൽ വന്നിട്ട് നമുക്ക് 4x2 വെട്രിഫൈഡ് ടെയിലാണ് വരുന്നത്. ഇതിൽ നമ്മുടെ അപ്പോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 3 വലിയ ബെഡ്റൂമാണ് വരുന്നത്. 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. വലിയൊരു ഓപ്പൺ കിച്ചണും വരുന്നുണ്ട്. ഹാളിൻ്റെ സൈസ് വന്നിട്ട് 24x12 ഹാളിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫാൻസി ലൈറ്റ് എല്ലാം തന്നെ വരുന്നുണ്ട്. ഈ കാണുന്ന ഏരിയയാണ് നമ്മുടെ ഡൈനിങ് സെക്ഷൻ്റെ ഏരിയ വന്നിട്ട്. നമുക്കൊരു ചെറിയൊരു പാർട്ടേഷൻ തിരിച്ചു കഴിഞ്ഞാൽ ഇത് ഫുള്ള് നമുക്കൊരു ഡൈനിങ് സെക്ഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. വലിയൊരു ഡൈനിങ് ടേബിളൊക്കെ ഇടാൻ പറ്റും. ഇവിടെ നമുക്ക് പാർട്ടേഷൻ തിരിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു ചെറിയൊരു കബോർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് സെപ്പറേറ്റ് മാറി നിൽക്കും. നമ്മുടെ ഡൈനിങ് സെക്ഷൻ സെപ്പറേറ്റ് മാറി നിൽക്കും. ഇതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ. വാഷ് ബേസിൻ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ നമ്മുടെ വാഷ് ബേസിനൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഫിറ്റിങ്സൊക്കെ വരുന്ന നല്ല ബ്രാൻഡഡ് ഫിറ്റിങ്സാണ് വരുന്നത്. വാഷിംഗ് മെഷീൻ്റെ പോയിൻ്റ് നമുക്ക് അകത്ത് വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പോയിൻ്റ് വന്നിട്ട്. വാഷിംഗ് മെഷീൻ്റെ പോയിൻ്റ് നമുക്ക് ഹൗസ് സൈഡിലും വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വന്നിട്ട്. വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 13x11 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. 2 കളർ കോമ്പിനേഷനിലാണ് നമുക്കിവിടെ പെയിൻറ്റിങ് വരുന്നത്. നമ്മുടെ 3 ബെഡ്റൂമിൽ നമുക്ക് കബോർഡ് വർക്ക് വരുന്നുണ്ട്. കബോർഡ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ കബോർഡ് വരുന്നതിന്. അതുപോലെ നമുക്കിവിടെ വാഷ്റൂമിൽ ഡോർ ചെയ്യാനുണ്ട്. ഡോറെല്ലാം നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഉടനെ തന്നെ കൊണ്ടുവരുന്നതിന്. ഡോറെല്ലാം ഫിറ്റിങ്സ് എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഫിറ്റിങ്സ് ഒക്കെ വന്നിട്ട് ബ്രാൻഡ് ഫിറ്റിങ്സ് ആണ് വരുന്നത്. വാഷ്റൂമിൽ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. നമുക്കിവിടെ ഡോർ ഇടാനുണ്ട്. അടുത്ത ഹാളിൽ നിന്നും വരുന്നത് നമുക്ക് 2ാമത്തെ ബെഡ്റൂമാണ്. ഈ കാണുന്നതാണ് നമ്മുടെ 2ാമത്തെ ബെഡ്റൂം. നമ്മുടെ 3 ബെഡ്റൂമിൽ നമുക്ക് കബോർഡ് വർക്ക് ചെയ്തിട്ടില്ല. കബോർഡ് വർക്ക് ചെയ്താണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഈ ബെഡ്റൂമിൻ്റെ സൈസും വന്നിട്ട് 13x11 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. നമ്മുടെ 3 ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. 3 വാഷ്റൂമിൽ നമ്മുടെ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം. അത്യാവശ്യം വലിയൊരു വാഷ്റൂമാണ് വരുന്നത്.
വാഷ്റൂമിലെ ഫിറ്റിംഗ്സ് എല്ലാം വന്നിട്ട് ബ്രാൻഡ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ടുള്ള ടൈലാണ് നമുക്ക് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ള. ഇത് നമ്മുടെ അപ്പോസ് വെക്കും ചെയ്തിട്ടുണ്ട്. അടുത്ത ഹാളിൽ നിന്ന് വരുന്നത് നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമാണ്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം. ഇതും വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 11x11 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമ്മുടെ AC പോയിന്റ്, 3 ബെഡ്റൂമിൽ നമ്മുടെ AC പോയിന്റ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കബോർഡ് വർക്ക് വരുന്നതാണ്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇതും നമ്മുടെ വലിയൊരു വാഷ്റൂമാണ്. ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതും വലിയൊരു വാഷ്റൂമാണ്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഇനി നമുക്കിവിടെ കുറച്ച് പെയിൻറ്റിങ് വർക്കൊക്കെ പെൻഡിങ് കിടക്കുകയാണ്. നമുക്ക് ചെറിയ ചെറിയ വർക്ക് കിടക്കുകയാണ്. ഇതെല്ലാം നമ്മൾ ഫൈനലിലാണ് കൊടുക്കാൻ പോകുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ കിച്ചൺ, ഓപ്പൺ കിച്ചൺ. ഓപ്പൺ കിച്ചണിലോട്ട് വരുന്നത് നമുക്കിവിടെ വലിയൊരു പാർട്ടേഷൻ തിരിച്ചിട്ടുണ്ട്. കബോർഡ് വർക്കിൽ വലിയൊരു പാർട്ടേഷൻ തിരിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വാൾ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഫ്ലോർ ടൈൽ വന്നിട്ട് ഗ്രിപ്പുള്ള വുഡിൻ്റെ ഡിസൈൻ വരുന്ന ടൈലാണ്. ഇത് 4x2 ടൈലാണ്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഷെയ്ഡിൻ്റെ മുകളിൽ വലിയ രീതിയിൽ തന്നെ കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. അത്യാവശ്യം ഹൗസ് സൈഡിൽ വലിയൊരു വർക്ക് ഏരിയക്കുള്ള സ്പേസും വരുന്നുണ്ട്. ഇവിടെ വയറിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്ന V-ഗാർഡാണ്. സ്വിച്ച് എല്ലാം വന്നിട്ട് LISൻ്റെ സ്വിച്ചാണ് വരുന്നത്. കിച്ചണിലെ ഫിറ്റിങ്സും ബ്രാൻഡ് ഫിറ്റിങ്സാണ് വരുന്നത്. ഈ വീടിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തണമെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഒന്ന് കാണുമ്പോഴേ ഈ വീടിൻ്റെ ക്വാളിറ്റിയൊക്കെ വിലയിരുത്താൻ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ ബാക്ക് സൈഡ് വന്നിട്ട്. അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ ബാക്ക് സൈഡിൽ സ്പേസ് വരുന്നുണ്ട്. വലിയൊരു വർക്ക് ഏരിയ ഇറക്കാനായിരുന്നാലും ഹൗസ് സൈഡിൽ ചെറിയൊരു സ്റ്റോർ റൂം എടുക്കാനായിരുന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ നനകല്ല്. ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഡീറ്റെയിൽസ്. ഈ വീട് നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് മലയൻകീഴ് ചീനിവിളയാണ് നമുക്ക് വീട് വരുന്നത്. ഏകദേശം 20 വീടുകളോട് ചേർന്ന വലിയൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്താണ് വീട് വരുന്നത്. ഇനി നമുക്കിവിടെ ആകെ 3 വീട് മാത്രം നമുക്ക് കൊടുക്കാനുള്ളൂ. ബാക്കിയുള്ള മിക്ക വീട്ടിലും നമുക്ക് ആൾതാമസം വരുന്നുണ്ട്. ഈ വീടിരിക്കുന്ന 4 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 3 വലിയ ബെഡ്റൂമും 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. വീട്ടിൽ കാർ പാർക്കിംഗ് വന്നിട്ട് 2 വലിയ കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയ വരുന്നുണ്ട്. വാസ്തു ബേസിലായിട്ടാണ് വീട് ചുറ്റുള്ള കിഴക്ക് ദർശനമാണ് വീട് വരുന്നത്. ഈ വീട് ചെയ്യിക്കുന്ന 2 നിലയ്ക്കുള്ള പേസ്മെൻറ്റാണ് വരുന്നത്. വീട്ടിൽ കുടിവെള്ളത്തിന് കിണർ വരുന്നില്ല, ലൈൻ കണക്ഷനാണ് വരുന്നത്. വലിയ ടാങ്കും നമുക്ക് ടെറസിൽ വരുന്നുണ്ട്. ഈ വീട്ടിലോട്ട് വരുന്ന റോഡ് വന്നിട്ട് നമുക്ക് 5 മീറ്റർ നമ്മുടെ റോഡിൻ്റെ വീതി വന്നിട്ട് നമുക്ക് ഫുൾ ടാറിഡാണ്. 2 കാർ വരെ സുഖമായിട്ട് പോകാൻ പറ്റിയ റോഡിൻ്റെ വീതിയാണ് വരുന്നത്. ഈ വീട്ടിൽ നിന്നും തമ്പാനൂർ പോകാൻ 15 കിലോമീറ്ററിൻ്റെ അകത്ത് മാത്രമേ നമുക്ക് ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 38 ലക്ഷം രൂപയുടെ അകത്താണ്. ഇത് നമുക്ക് നെഗോഷ്യബിളാണ്. 80% ഹോം ലോണും ചെയ്യാൻ പറ്റും. ഈ വീട് കാണാൻ വരുന്നവർക്ക് വേറെ 2 വീടും കൂടെ നമുക്ക് ഈ വില്ലക്കകത്ത് കൊടുക്കുന്നുണ്ട്. ആ വീടും കാണാൻ പറ്റും. വേറെ നമുക്ക് വില്ല കമ്മ്യൂണിറ്റികൾ വേറെ നമ്മുടെ മലയത്തായിരുന്നാലും മലയൻകീഴായിരുന്നാലും തച്ചോട്ടായാലായിരുന്നാലും പൊറ്റയിലായിരുന്നാലും നമുക്ക് ഇവിടെ കുറച്ച് വില്ല കമ്മ്യൂണിറ്റി 1 നില വീട് നമുക്ക് കൊടുക്കാനുണ്ട്. വീടിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുള്ളവർ നമ്മൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ യൂട്യൂബ് ചാനൽ വേൾഡ് ഡോസ് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് മാർക്കല്ല. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെങ്കിൽ പുതിയ വീടിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തെന്തെങ്കിലും പുതിയൊരു വില്ല പ്രോജക്റ്റ് ആയിട്ടാണ്. അതുവരെയ്ക്ക് എല്ലാവർക്കും ബൈ.